ഒക്ടോബർ 16 യു പിയിലെ പ്രയാഗ്രാജിലെ ഒരു വീടിനുള്ളിലെ മുറിയിലത്തെ നിലവിളി ശബ്ദം കേട്ടിട്ടാണ് ബാക്കിയുള്ള വീട്ടുകാർ ഉണരുകയും അതേപോലെ തന്നെ ആ മുറിയിലേക്ക് കടന്നു ചെല്ലുകയും ചെയ്തത്. ആ മുറിയിൽ അന്നേ ദിവസം അവരെന്താണ് കണ്ടതെന്നും എന്താണ് കാരണമെന്നുമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇറ്റ് ഈസ് മീ ഷിഫ്നാസ്. അന്നേ ദിവസം ആ വീടിനുള്ളിൽ നടന്നത് എന്താണെന്ന് വെച്ചാൽ, രക്തത്തിൽ വാർന്നു കിടക്കുന്ന അവരുടെ 20 വയസ്സുള്ള മകൻ ഉമേഷിനെയാണ് അവർ കാണുന്നത്. അവർ കാണുമ്പോൾ അവൻ്റെ ജനനേന്ദ്രിയം ആകെ വികൃതമാക്കിയ നിലയിൽ വെട്ടി പരിക്കേൽപ്പിച്ച നിലയിലായിരുന്നു അവർ കണ്ടത്. അവർ അതിനുശേഷം ഉമേഷിനെ എടുത്ത് ഹോസ്പിറ്റലിൽ പോവുകയും തുടർന്നുള്ള ശസ്ത്രക്രിയയ്ക്ക് വിധേയമാക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവർക്ക് ആദ്യം അറിഞ്ഞിരുന്നില്ല ആരാണ് ഈ ഒരു ക്രൂരമായ സംഭവം ചെയ്തതെന്ന്. അവർക്ക് ആദ്യം തന്നെ മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. പിന്നീടുള്ള ഉമേഷിന് സഡേഷനൊക്കെ മാറുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ചോദ്യം ചെയ്തപ്പോഴാണ് മനസ്സിലായത് തൻ്റെ സഹോദരൻ്റെ വൈഫായിട്ടുള്ള മഞ്ജു ആണ് ഈ ഒരു ക്രൂരകൃത്യം ചെയ്തതെന്നാണ് ഉമേഷ് പറഞ്ഞത്. എന്തിനാണ് മഞ്ജു ഈ ക്രൂരകൃത്യം ചെയ്തതെന്ന് പോലീസുകാരും മറ്റും അന്വേഷിച്ചപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ, ഉമേഷും അതേപോലെ തന്നെ മഞ്ജുവിൻ്റെ സഹോദരിയും തമ്മിൽ നീണ്ടകാല പ്രണയത്തിലായിരുന്നു അവർ. തുടർന്ന് അവർ വിവാഹം കഴിക്കാൻ എല്ലാത്തിനും മോഹിച്ച് എല്ലാം കണ്ടിട്ടുള്ള 2 പേരായിരുന്നു ഉമേഷ് അതേപോലെ തന്നെ മഞ്ജുവിൻ്റെ സഹോദരി. പക്ഷേ ഉമേഷിൻ്റെ വീട്ടുകാർക്ക് ഈ ബന്ധത്തിൽ താല്പര്യമില്ലെന്നും അതേപോലെ തന്നെ താല്പര്യമില്ലെന്ന് അറിഞ്ഞപ്പോൾ ഉമേഷ് ഈ ബന്ധത്തിൽ നിന്ന് പിന്മാറുകയാണ് ഉണ്ടായത്. തുടർന്നുള്ള ആ ഒരു വ്യക്തിവൈരാഗ്യത്തിലാണ് മഞ്ജു ഇത് ചെയ്തത്. അതുമാത്രമല്ല, കാരണം തൻ്റെ സഹോദരി ആകെ ഡിപ്രഷനിൽ പോവുകയും അതേപോലെ തന്നെ ആകെ മൂകതമായിട്ടിരിക്കുകയും ഒരു മാനസികമായിട്ട് ഉള്ള ഒരു മനസ്സ് കൈവിട്ട് പോവുമല്ലോ ഡിപ്രഷൻ വന്നു കഴിഞ്ഞാൽ, ഭ്രാന്താവണ പോലെ അങ്ങനത്തെ ഒരു സിറ്റുവേഷനൊക്കെ ആയപ്പോഴാണ് മഞ്ജു ഈ ഒരു കൃത്യം ചെയ്തത്. ഇത് തുടർന്ന് ഉമേഷ് ആ ബന്ധം അവസാനിപ്പിക്കുകയും അതേപോലെ തന്നെ പുതിയൊരു ബന്ധത്തിലേക്ക് പെട്ടെന്ന് തന്നെ കടന്നു പോവുകയാണ് ഉണ്ടായത്. അതുമൂലം തന്നെ മഞ്ജു ആകെ തകർന്നു പോയി. തൻ്റെ സഹോദരി ആണെങ്കിലും മാനസികമായിട്ട് ആകെ തകർന്നിരിക്കുന്ന ഒരവസ്ഥയും വീട്ടുകാരും എല്ലാവരും വിഷമിച്ചിരിക്കുന്ന അവസ്ഥ ഇതൊക്കെ കണ്ടപ്പോൾ മഞ്ജുവിന് സഹിച്ചില്ല. അതുകൊണ്ടാണ് മഞ്ജു എല്ലാവരും ഉറങ്ങിക്കിടന്ന നേരം നോക്കിയിട്ട് ഉമേഷിൻ്റെ റൂമിലേക്ക് ചെല്ലുകയും അതേപോലെ തന്നെ കുത്തി പരിക്കേൽപ്പിക്കുകയാണ് ചെയ്തത്. ഉമേഷിൻ്റെ ജനനേന്ദ്രിയം ആകെ വികൃതമാക്കിയ നിലയിലായിരുന്നു മഞ്ജു ചെയ്തു വെച്ചത്. അതിനുശേഷം മഞ്ജു ഒളിവിൽ പോവുകയാണ് ഉണ്ടായത്. തുടർന്ന് മഞ്ജുവിനെ അന്വേഷിക്കുന്നുണ്ട്. മഞ്ജുവിനെ പോലീസുകാർ അന്വേഷിക്കുന്നുണ്ട്. സംഭവത്തിൽ ഇനിയും കേസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ എന്നാലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ എല്ലാവരും കൊല്ലലും ഒക്കെ സർവ്വസാധാരണമാണ്. പക്ഷേ ഒരാളുടെ ജനനേന്ദ്രിയം ഇത്രയും വികൃതമാക്കുന്ന രീതിയിലേക്കുള്ള ഒരു മാനസികാവസ്ഥയിൽ ആ സഹോദരി പോയത് എങ്ങനെയെന്ന് മനസ്സിലാവണില്ല. പക്ഷെ അയാളെ പറഞ്ഞ് മനസ്സിലാക്കി റിട്ടേൺ കൊണ്ടുവരാൻ അവരുടെ വീട്ടുകാർ സമ്മതിക്കുന്നില്ല. കാരണം ഉമേഷിൻ്റെ വീട്ടുകാർക്ക് ആ ഒരു ബന്ധത്തിൽ സമ്മതമല്ലാത്തത് കൊണ്ടാണ് ഉമേഷ് പിന്മാറിയത്. അതുമൂലം ഒരാളെ കൊല്ലാനുള്ളൊരു വൈരാഗ്യമായി തീർന്നു എന്ന് പറയുന്നത് അറിയില്ല. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതേപോലത്തുള്ള വീഡിയോസ് കാണാനായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.